കൊണ്ടുപോയില്ലല്ലോ അമ്മ. ഇടി അവിടെ തിരക്കായിരിക്കും. ഈ ഇനോഗ്രേഷൻ എന്നൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. പിന്നെ എന്തിനാ എന്റെ അടുത്ത് ഒരുങ്ങി വരാൻ പറഞ്ഞേ? എന്നെ ഒഴിവാക്കാൻ. ഒറ്റയ്ക്ക് പോയാ മതിയായിരുന്നു ഞാൻ. അത്രക്കൊക്കെ ആയോ നീ? ഓ താനതന്ത താന താനതന്ത താന താനതന്ത. അയ്യോ, നീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? എന്നെ കൊണ്ടുപോകാത്തത്? എടി നിന്നെ കാത്ത് ഞങ്ങൾ എത്ര നേരം ഇവിടെ കാത്ത് നിന്നറിയാവോ? അവസാനം രക്ഷയില്ലാതെ ഞങ്ങൾ അങ്ങ് പോയി. അതാ നടന്ന്. തിരക്കുണ്ടായിരുന്ന കടയില്? ഭയങ്കര തിരക്കല്ലേ. പിന്നെ എങ്ങനെയുണ്ട് കട? കൊള്ളാവോ? നിറച്ച സാധനമൊക്കെ ഉണ്ടോ? പിന്നെ സാധന ചേട്ടത് കണ്ട നോക്ക. ഞാൻ ചിന്നൊരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട. നോക്കോ, ഇതിന് എത്രയായിരുന്നു? 8,000. സാരിയുടെ വില സാരി കണ്ടാ ഞങ്ങൾക്ക് മനസ്സിലാവേ. വെറുതെ നിങ്ങൾക്ക് അറിയാം, നമുക്കറിയാം. നമ്മൾ പറയുന്നേ ഉള്ളൂ. കൊള്ളാം, നല്ല പ്രിന്റഡ് സിൽക്ക് സാരി ആണോ? അടിപൊളി സാധനം. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് ചേരുകയും ചെയ്യും. നോക്കേ എങ്ങനെയുണ്ടോ നോക്കേ. കിടൂ, ഇത് രസം നോക്ക്. നല്ല കളർ കേട്ടോ. അയ്യോ, ഇത് പക്ഷെ ട്രഡീഷണൽ പട്ടിന്റെ അതേ ഡിസൈൻ ഈ കാഞ്ചീപുരത്തിലൊക്കെ വരുന്ന. വലിയ വില. പിന്നെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ആണോ? ഇതാണോ? പിന്നെ കൊള്ളാം, അമ്മയ്ക്ക് നന്നായിട്ട് ചേർന്നുണ്ട്. നന്നായിട്ട് ചേരുന്നു അല്ലേ? നന്നായിട്ട് ചേരുന്നു. അത് പെങ്ങളെ, ഇതേ ഞാൻ ശ്രീകുട്ടിക്ക് വാങ്ങിച്ച. നമുക്ക് വാങ്ങിച്ച ശ്രീകുട്ടിക്ക്. ശ്രീകുട്ടിക്ക് കൊണ്ടു കൊടു. അല്ല, അത് എന്നെ കാണിക്കണെന്തിന്? എന്താ പറ്റി? എന്തിന്റെ ആവശ്യം അമ്മ? എന്തിനാ? എന്താ കാര്യം? നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ സാരി മേടിച്ച് അത് അമ്മയെ കൊണ്ട് കാണിക്കുന്നതിന്. പിന്നെ ആരെ കൊണ്ട് കാണിക്കേ? അമ്മയ്ക്ക് മേടിച്ചില്ലല്ലോ. മാമേനെ ഒന്നും പറയണ്ട. സമാധാനല്ലേ ഇപ്പൊ? മെനക്കാടായല്ലോ. നീ നിന്റെ അച്ഛനത് പറ, നിന്റെ അമ്മയ്ക്ക് സാരി വെച്ചു കൊടുക്കുക. ഇതെത്ര കഷ്ടം. ഓഹോ, പിന്നെ എങ്ങനെ? കൊള്ളാം കൊള്ളാം കേട്ടാ. നീ പടി. വീട്ടിലെ സമാധാനം വെറുതെ കളയാൻ വേണ്ടി ഓരോ പരിപാടി